ഹലോ, ഉപ്പും മുളകും പ്രേക്ഷകരെ, നമുക്കൊക്കെ ഭയങ്കര തിരിച്ചടിയായിപ്പോയി നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ പുതിയ പോലീസ് കേസ് അല്ലെ. ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ആ വീഡിയോന്റെ ആ ഒരു ദൃശ്യങ്ങളാട്ടോ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു ഭയങ്കരമായിട്ട് തന്നെ മദ്യപിച്ചിട്ടുണ്ട്. എന്നാല് ഒരാളെ ഇടിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ഇടിച്ചിട്ട ആളെ കൊണ്ട് ആൾക്കാര് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ സിദ്ധാർത്ഥിന്റെ അടുത്ത് ചോദിക്കാൻ വരുന്ന നാട്ടുകാരോടും പോലീസുകാരോടും നമ്മുടെ സിദ്ധാർത്ഥ് അപമര്യാദയാണ് പെരുമാറിയിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടി നമ്മുടെ നാട്ടുകാർ എന്നിട്ടുണ്ടല്ലോ നമ്മുടെ സിദ്ധാർത്ഥിനെ ഒരു പട്ടിയെ തല്ലുന്ന പോലാട്ടോ തല്ലി ഇതാക്കുന്നേ. ശരിക്കും പറഞ്ഞാല് ആ ആരും തന്നെ കണ്ടാല്, അതായത് പരിചയമുള്ള ആരും തന്നെ സഹിക്കത്തില്ല. അമ്മാതിരി തല്ലാണ് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ സിദ്ധാർത്ഥിനെ തല്ലുന്ന കേട്ടോ. ഒരുത്തൻ വന്നിട്ട്, ഒരാള് വന്നിട്ട് ഒരു തുണിയിട്ട് സിദ്ധാർത്ഥിന്റെ കഴുത്തിലൊക്കെ മുറുക്കി ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട്. ഞാൻ ഓർക്കുമായിരുന്നു, ഈ ഇടിയിലും ആ ഒരു പ്രവൃത്തിയിലൊക്കെ അദ്ദേഹം, ആ സിദ്ധാർത്ഥ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. അമ്മാതിരി ഇടിയാണ് ഇടിച്ചിരിക്കുന്നത്. അതിന്റെ പേരിൽ ചിലവരൊക്കെ ഈ സീരിയൽ രംഗത്തുള്ള ചിലവര് അതിനെതിരെ പ്രതികരിച്ചെത്തിയിട്ടുണ്ട്. ശരിയാണ്, അവൻ വണ്ടി ഇടിച്ചിട്ടു, കാര്യം ശരി, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാതെ നാട്ടുകാർക്ക് പഞ്ഞിക്കിടാനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് കുറെ പേര് നമ്മുടെ സീരിയൽ രംഗത്തെ പ്രമുഖര് തന്നെ ഇതിനെതിരെ പ്രതികരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ശരിയാണ്, ആ സിദ്ധാർത്ഥിനെ ഈ നാട്ടുകാരെല്ലാരും കൂടെ ഈ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വല്ലതും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാല്. എന്തായാലും അത് വളരെ വേദനാജനകം തന്നെയാട്ടോ. നമുക്ക് ഉപ്പും മുളകും പ്രേക്ഷകർക്ക് ഇത് കാണേണ്ടി വന്നത് വളരെ വേദനാജനകമാണ്. കാരണം നമ്മൾ അത്രയും നെഞ്ചിലേറ്റിയ ഒരു നടൻ തന്നെയായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥ പ്രഭു അല്ലെ. അപ്പൊ ഇനി നമ്മുടെ സിദ്ധാർത്ഥിന്റെ ഭാവി എന്താകും എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിലാണ് പ്രേക്ഷകർ. ഒരു രക്ഷയില്ലാതെ പോയിട്ടോ. ഭയങ്കര നിരാശയായിപ്പോ അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ.